ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാജാ റാം മോഹൻ റോയിയുടെ പ്രസിദ്ധീകരണങ്ങളും കൃതികളുമാണ്. 3 ഭാഷയിലും രാജാ റാം മോഹൻ റോയ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, പേർഷ്യൻ, ബംഗാളി. ഇംഗ്ലീഷ് ഭാഷയിലെ കൃതിയാണ് ബ്രാഹ്മണിക്കൻ മാഗസീൻ. ഇംഗ്ലീഷ് ഭാഷയിലെ കൃതിയാണ് ബ്രാഹ്മണിക്കൻ മാഗസീൻ. പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മീറാത്തുൽ അക്ബർ. രാജാ റാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മീറാത്തുൽ അക്ബർ. രാജാ റാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ആനുകാലിക പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. ഒന്നുകൂടെ ഞാൻ പറയാം. രാജാ റാം മോഹൻ റോയ് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസികയാണ് ബ്രാഹ്മണിക്കൻ മാഗസീൻ. ഇനി രാജാ റാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മീറാത്തുൽ അക്ബർ. ഇനി രാജാ റാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ആനുകാലിക പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. ഓക്കെ, വർഷങ്ങൾ നോക്കാം. ആദ്യം വന്നത് ബ്രാഹ്മണിക്കൻ മാഗസീൻ 1821. രണ്ടാമത് വന്നത് മീറാത്തുൽ അക്ബർ 1822. ബംഗദൂത് 1821. ആദ്യം ഇംഗ്ലീഷാണ് 1821 ബ്രാഹ്മണിക്കൻ മാഗസീൻ. രണ്ടാമത് പേർഷ്യൻ 1822 മീറാത്തുൽ അക്ബർ. അടുത്തത് 1829 ബംഗദൂത്. അടുത്ത സംവാദ് കൗമുദി എന്ന പത്രത്തെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് രാജാ റാം മോഹൻ റോയിയാണ്. പ്രധാന കൃതികളാണ് തുഹ്ഫത്തുൽ മുവാഹിദീൻ, അല്ലേ, ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം, അതാണ് അർത്ഥം, തുഹ്ഫത്തുൽ മുവാഹിദീൻ. അടുത്തതാണ് ജീസസിൻ്റെ കൽപ്പനകൾ. അടുത്ത കൃതിയാണ് ജീസസിൻ്റെ കൽപ്പനകൾ. അടുത്ത കൃതിയാണ് വേദാന്ത ഗ്രന്ഥം. 3 കൃതികളുടെ പേരൊന്നുകൂടെ പറയാം. തുഹ്ഫത്തുൽ മുവാഹിദീൻ, അടുത്തത് ജീസസിൻ്റെ കൽപ്പനകൾ, വേദാന്ത ഗ്രന്ഥം. ഇത് രണ്ടും കിട്ടും. ജീസസിൻ്റെ കൽപ്പനകളും വേദാന്ത ഗ്രന്ഥവും തുഹ്ഫത്തുൽ മുവാഹിദീൻ. അതൊന്ന് ഓർത്ത് വയ്ക്കണം. റിവൈസ് ചെയ്ത് ഓർത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളൊന്നും പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. രാജാ റാം മോഹൻ റോയ് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് ബ്രാഹ്മണിക്കൻ മാഗസീൻ. രാജാ റാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മീറാത്തുൽ അക്ബർ. രാജാ റാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. ഇനി സംവാദ് കൗമുദി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതും രാജാ റാം മോഹൻ റോയ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ശരി, എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്യാം.